പേജ് നമ്പർ 22 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈസ് 101 എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്? 13, 24, 35 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 101 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്ന സീക്വൻസ് നമ്മൾ ആദ്യം എഴുതുക. എന്താണ് തന്ന സീക്വൻസ്? 13, 24, 35 എന്ന് തുടങ്ങുന്ന സീക്വൻസിൽ ഒരു ടേം ആണോ 101? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് എക്സ് nth ടേം ആണ് 101 എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ x1 ഫസ്റ്റ് ടേം നമ്മൾക്ക് ആവശ്യമുണ്ട്, x13. പിന്നെ എന്ത് വേണം? ഡിഫറൻസും കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് 11 ആണെന്ന് കിട്ടി. ഇനി നമ്മൾക്ക് അറിയുന്ന ഫോർമുല എന്താണ്? xn എന്ന് പറയുന്ന ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കാൻ വിഷമമില്ല. x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന ഫോർമുലയിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ എന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. xn എന്ന് പറയുന്നത് 101, x1 എന്ന് പറയുന്നത് 13, n അറിയില്ല. അപ്പോൾ എന്നിന് പകരം നമ്മൾ n-1 എന്ന് തന്നെ എഴുതുക. d എന്ന് പറയുന്നത് 11. ഇനി ഇതിനെങ്ങനെ ചെയ്യാം? 101 ഈ 13നെ ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ വലത്ത് സൈഡിൽ നിന്നും ഇടത്ത് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്തായി മാറും? സൈൻ മാറും. സമത്തിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റുമ്പോൾ അതിൻ്റെ സൈൻ മാറും. അപ്പോൾ 13നെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -13 ആയി. അപ്പോൾ അവിടെ ഏത് ബാക്കിയുണ്ട്? n-1 ഇൻറ്റു 11 അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? ഇനി 101 - 13 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 88 എന്ന് കിട്ടും. 88. ഇനി ഇപ്പുറത്ത് n-1 ഇൻറ്റു 11. ഇനി ഏതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? ഇൻറ്റു 11നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? 88 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് n-1 ആയി. അപ്പോൾ ഇതുവരെ ചെയ്താൽ നമുക്ക് ഉത്തരമായി. 88നെ 11ൻ്റെ ടേബിളിൽ 88 വരുമില്ലേ? വരും അല്ലേ? 8 ടൈംസ് 11 8s are 11 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? n-1 എന്ന് പറയുന്നത് 88നെ 11 ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 8. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കാം. -1നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായി? +1 ആയി. അപ്പോൾ എത്രാമത്തെ ടേമാണ് 101? 9ാമത്തെ ടേമാണ്. അപ്പോൾ ഈസ് 101 എ ടേം? യെസ്. നമുക്ക് എന്ത് എഴുതാം? യെസ്, 101 is the 9th term. ഈസ് ദ 9th ടേം. 9ാമത്തെ ടേമാണ് എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഇനി 1001 ആണോ എന്ന് നമുക്ക് നോക്കാം. തന്നിട്ടുള്ള സീക്വൻസ് എന്താണ്? 13, 24, 35. ഈ സീക്വൻസിൽ തന്നെ 1001 ഒരു ടേം ആണോ? അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 1001. എന്തൊക്കെ ആവശ്യമുണ്ട്? x1 ആവശ്യമുണ്ട്. x1 13. ഡിഫറൻസ് എന്താണ്? 24 - 13 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടി. ഇനി നമ്മൾ ഫോർമുല എഴുതുക. എന്താ ഫോർമുല? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന ഫോർമുല ചെയ്യുക. xnന് പകരം നമ്മൾ ഇവിടെ 1001 ആണ് ഈ പ്രാവശ്യം എഴുതേണ്ടത്. x1 13, n-1 ഇൻറ്റു ഡിഫറൻസ് 11. ഇനി 13നെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായി? -13 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 11ന് തുല്യമാണ്. ഇനി ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. 1001ൽ നിന്നും 13 എങ്ങനെ കുറയ്ക്കുക? ബോറോ ചെയ്യുക അല്ലേ? ഇത് 0, ഇതെന്തായിരിക്കും? 10, 10 9 ആയി. ഇവിടെ 10 വീണ്ടും 9 ആയി. ഇവിടെ എന്ത് വരും? 11 എന്ന് വരും. 11 - 3 എത്രയാണ്? 8. 9 - 1 8. 9 ഇറക്കി കിട്ടു. അപ്പോൾ എന്ത് വരും? 988 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 11 ആണ്. ഇനി ഇൻറ്റു 11നെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു 11 എന്തായി മാറും? ഡിവൈഡഡ് ബൈ 11 ആയി മാറും. അപ്പം ഇനി നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ശിഷ്ടം 0 കിട്ടുമോ എന്ന് നോക്കാം. നാച്ചുറൽ നമ്പർ കിട്ടണം, എണ്ണൽ സംഖ്യ കിട്ടണം നമുക്ക് അല്ലേ? അപ്പോൾ എത്ര പ്രാവശ്യം പോളൂ? 8 പ്രാവശ്യം പോളൂ. 9 പ്രാവശ്യം ഇവിടെ 99 ആവും അല്ലേ? അപ്പോൾ 8 പ്രാവശ്യം ആകുമ്പോൾ 88 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടി? 8 ഇറക്കിയിടുക. എത്ര പ്രാവശ്യം പോവും? ഇനി 9 പ്രാവശ്യം പോവും. 11 ഇൻറ്റു 9 അല്ലേ 99. അപ്പോൾ വീണ്ടും കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും?
9 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് റിമൈൻഡർ 0 ആണോ? അല്ല. അപ്പോൾ നോട്ട് ഡിവിസിബിൾ. അപ്പോൾ n-1 ഈസ് നമുക്ക് എന്താ കിട്ടിയത്? n-1 എന്ന് പറയുന്നത് 988/11 അല്ലേ കിട്ടിയത്. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 89 ടൈംസ്. പക്ഷെ റിമൈൻഡർ എന്ത് വരുന്നില്ല? 0 വരുന്നില്ല. അപ്പോൾ 0 വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. നോട്ട് എക്സാക്ട്ലി, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. കറക്റ്റ് പൂർണ്ണമായിട്ട് ഡിവിഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദെർഫോർ നമ്മൾ എന്തെഴുതും? 1001 ഈസ് നോട്ട് എ ടേം. Not a term of this given arithmetic sequence. Of the given arithmetic sequence. തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നുള്ളത് ഒരു ടേബിൾ പോലെ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഈ ടേബിളിൽ തന്നിട്ടുള്ള സീക്വൻസും 2 നമ്പർ വെച്ച് തന്നിട്ടുണ്ട്. യെസ് ഓർ നോ, ഇത് ഈ സീക്വൻസിലെ നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 11, 22, 33 എന്ന് പറയുന്ന സീക്വൻസിൽ 123 ഇതിൽ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 123. x1 എന്ന് പറയുന്നത് 11 ആണ്. ഡിഫറൻസ് കണ്ടുപിടിക്കുക. 22 - 11 എന്ത് വരും? 11. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്താണ് ഫോർമുല? xn ഈസ് ഈക്വൽ ടു x1 + n-1 ഇൻറ്റു ഡി. xn എന്ന് പറയുന്നത് 123, x1 എന്ന് പറയുന്നതാണ് 11 ആണ് ഫസ്റ്റ് ടേം. n അറിയില്ല, n-1 ഇൻറ്റു 11. ഡിഫറൻസ് നമുക്ക് എന്താണ്? 11 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 123, 11 ഇപ്പുറത്തേക്ക് കൊടുത്താൽ -11 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11. ഇനി 123 11 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുക? 123 11 കുറച്ചാൽ 3 - 1 2, 2 - 1 1. എഴുതി കുറച്ച് നോക്കുക സംശയമുള്ളവർ. 112 ഇൻറ്റു 11 എന്ന് കിട്ടി. ഇനി 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? അത് n-1. അപ്പോൾ 112നെ 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ അത്? 11 എത്ര പ്രാവശ്യം പോവും? 1 ടൈം പോവും. പക്ഷേ നെക്സ്റ്റ് നമ്പർ എത്രയാണ് ഇറക്കിയിടുക? 2 ഇറക്കിയിട്ടു. 2ൽ പോവില്ല, 0 ടൈം. 11 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ റിമൈൻഡർ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. ഇത് പൂർണ്ണമായും ഡിവിഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെഴുതും? Therefore 123 ഈസ് നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 132 ആണ്. അപ്പോൾ ചെയ്യുക. എന്താണ് തന്നിട്ടുള്ള സീക്വൻസ്? 11. തന്നിട്ടുള്ള സീക്വൻസ് എന്താണ്? 11, 22, 33. തന്നിട്ടുള്ള സീക്വൻസ് എഴുതുക. 11, 22, 33 എക്സിട്ര. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 132. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 132. അപ്പോൾ ഇനി x1 അറിയാം. x1 എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 11. ഡിഫറൻസ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. 22 - 11 എന്താണ്? 11. xn ഈസ് ഈക്വൽ ടു x1 + n-1 ഇൻറ്റു ഡി. അപ്പോൾ xn എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 11 ആണ്. n-1 ഇൻറ്റു ഡിഫറൻസ് 11. 132 - 11 എന്ന് പറയുന്നത് എന്താണ്? n-1 ഇൻറ്റു 11. ഇനി 132 11 കുറയ്ക്കുക. 2 - 1 1, 3 - 1 2, 121 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മളിനി എന്താ നെക്സ്റ്റ്? എല്ലാവർക്കും ചെയ്യാൻ ഒരേപോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? n-1 എന്ന് പറയുന്നത്
121നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്. നിങ്ങൾക്കറിയോ 11 ഇൻറ്റു 11 ആണ് 121. അറിയോ? 121നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം പോവും. 2 മൈനസ് 1 1. അടുത്ത നമ്പർ ഇറക്കിയിട്ടു. വീണ്ടും എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും അല്ലേ? അപ്പോൾ എത്ര പ്രാവശ്യം പോയി? 11 ടൈംസ്. അപ്പോൾ n-1 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ഡിവിസിബിൾ ആണ്. അപ്പോൾ n കണ്ടുപിടിക്കാമല്ലോ. n എങ്ങനെ കണ്ടുപിടിക്കുക? -1നെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായി? +1 ആയി. അപ്പോൾ 11 + 1 എന്താണ്? 12 എന്ന് കിട്ടി. അപ്പോൾ ഇത് ടേം അല്ലേ? 132. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? യെസ്, 132 ഈസ് ദ 12th ടേം. എത്രാമത്തെ ടേമാണ്? 12th ടേമാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഒപ്പം തന്നെ കണ്ടുപിടിക്കാം. എത്രാമത്തെ ടേമാണ്? അതിലെ ടേം ആണോ? രണ്ടും ഈ ഫോർമുല വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സീക്വൻസ് തന്നിട്ടുള്ളത് ഏതാണ്? വേഗം ചെയ്യാം. 12, 23, 34 എല്ലാവരും ഒപ്പം ചെയ്ത് നോക്കാം. അപ്പോൾ 100 എന്ന് പറയുന്നത് ലെറ്റ് xn ഈസ് ഈക്വൽ ടു 100 തന്നെ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്? 12. പിന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് എന്താണ്? 23 - 12. അപ്പോൾ എന്താ വരും? 3 - 2 1 2 മൈനസ് വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ xn ഈസ് ഈക്വൽ ടു x1 + n-1 ഇൻറ്റു ഡി. അപ്പോൾ xn എന്ന് പറയുന്നത് 100, x1 എന്ന് പറയുന്നത് 12 + n-1 ഇൻറ്റു 11. അപ്പോൾ 12നെ പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി? 100 - 12 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 11 ആണ്. ഇനി കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 88. 100ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 88. അപ്പോൾ n-1 ഇൻറ്റു 11 n-1 ഇൻറ്റു 11 എന്ന് പറയുന്നത് 88 ആണ്. അപ്പോൾ n-1 എന്താണ്? 88 ഡിവൈഡഡ് ബൈ 11. എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും അല്ലേ? അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ n കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് എന്താണ്? 8 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, 100. യെസ്, 100 ഈസ് ദ 9th ടേം. 100 ഈസ് ദ 9th ടേം. 9ാമത്തെ ടേം ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി 1000 നോക്കണം. 12, 23, 34 എന്താണ് സീക്വൻസ്? 12, 23, 34 എന്ന് തുടങ്ങുന്ന സീക്വൻസിൽ 1000 ഒരു ടേം ആണോ? അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 1000. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? x1 എഴുതുക, 12 ഡിഫറൻസ് കണ്ടുപിടിക്കുക. 23 - 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. xn ഈസ് ഈക്വൽ ടു x1 + n-1 ഇൻറ്റു ഡി. അപ്പോൾ 1000 ഈസ് ഈക്വൽ ടു 12 + n-1 ഇൻറ്റു 11. ഇനി നമ്മൾ എന്ത് ചെയ്യും? 12നെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ -12 ആയി. n-1 ഇൻറ്റു 11. അപ്പോൾ 1000 - 12 ചെയ്യുക. എങ്ങനെ ചെയ്യുക? 1000 - 12 ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ബോറോ ചെയ്യുക. ഇത് 0 ആയി മാറും. ഇതെന്തായിരിക്കും? 10 9 ആവും. ഇത് വീണ്ടും 10 9 ആയി. ഇതെന്തായിരിക്കും? 10 10 - 2 8 9 - 1 8 988 എന്ന് വരും. 988 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 11 ആണ്. ഇനി എന്താണ് നമ്മുടെ പ്രൊസീജിയർ? 11നെ പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 988 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് എന്താണ്? n-1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എന്ത് കിട്ടും? 9 പ്രാവശ്യം പോവില്ല, 8 പ്രാവശ്യം പോവുള്ളൂ അല്ലേ? 9 പ്രാവശ്യം പോകുമ്പോൾ 99 ആവില്ലേ? അപ്പോൾ എന്തായിരിക്കും? അടുത്ത നമ്പർ ഇറക്കിയിടുക 8. ഇനി എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം പോവും. 11 × 9 99 അല്ലേ? റിമൈൻഡർ എന്ത് വരും? ബോറൊക്കെ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 9 എന്ന് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണോ? നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ.
അപ്പോൾ നമ്മളെ ഫൈനൽ ആൻസർ എന്താ എഴുതുക? നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 1000 ഈസ് നോട്ട് എ ടേം. Therefore 1000 ഈസ് നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ്. തന്നിട്ടുള്ള സീക്വൻസിലെ ടേം അല്ല. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ള സീക്വൻസ് എഴുതുക. എന്താണ് സീക്വൻസ് തന്നിരിക്കുന്നത്? 1/4, 1/2, 3/4 എന്ന് തുടങ്ങുന്ന സീക്വൻസ്. അതിൽ ഫസ്റ്റ് നമ്പർ എന്താണ്? 3 ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു എന്ത്? 3 എന്നെടുത്തു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 ആണ്. ഫസ്റ്റ് ടേം 1/4. ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പോൾ 1/2 മൈനസ് 1/4 എങ്ങനെ ചെയ്യാം? ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ LCM ചെയ്യാം, ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം. രണ്ട് വിധത്തിൽ ചെയ്യാം. അറിയാത്തവർക്ക് ശ്രദ്ധിക്കുക. എളുപ്പ വഴി ക്രോസ് ആണ്. ഇങ്ങനെ എവിടുന്ന് ചെയ്യണം? 1നെ 4 കൊണ്ട് ഗുണിക്കണം ആദ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറേറ്റർ തുടങ്ങണം. ആദ്യം ന്യൂമറേറ്ററിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ തെറ്റും. അപ്പോൾ 1 × 4 മൈനസ് 1 × 2 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ എന്തായിരിക്കും? അടിയിൽ പ്രോഡക്റ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ 2 × 4 എന്ന് വരും. അപ്പോൾ 4 - 2/8. 4 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/8 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോവുക. 2ൻ്റെ ടേബിൾ 2 1 × 2 2 × 4 ആണ് 8. അപ്പോൾ എന്ത് വരും? ഡിഫറൻസ് എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം തന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 + n - 1 × d. അപ്പോൾ xn എന്ന് പറയുന്നത് 3 ആണ്. ചെറിയ നമ്പർ അല്ലേ? x1 എന്ന് പറയുന്നത് 1/4. പിന്നെ എന്താണ്? n - 1 × d. d എന്താണ് നമുക്ക് കിട്ടിയത്? 1/4 എന്ന് കിട്ടി. ഇനി നമ്മളിതിൽ എന്ത് ചെയ്യുക? 1/4നെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? 3 - 1/4 എന്ന് പറയുന്നത് എന്താണ്? n - 1 × 1/4. ത്രീ മൈനസ് 1/4 എങ്ങനെ ചെയ്യാം? 3 - 1/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 4 3 × 4 മൈനസ് 1 × 1/1 × 4. 3 × 4 12. 12 - 1/4. 12 - 1 എന്താണ്? 11/4. അപ്പോൾ അതെല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്ത് വരും? 3 - 1/4 എന്ത് വരും? 11/4 എന്ന് പറയുന്നത് എന്തായിരിക്കും? n - 1 × 1/4. ഇനി 1/4നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? n - 1 എന്ന് പറയുന്നത് 11/4നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n - 1 എന്ന് പറഞ്ഞാൽ 11/4 × 4/1. നിങ്ങൾക്ക് പഠിക്കുക, ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ, അതിനെ തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഈ 11ഉം 11ഉം വെട്ടിപ്പോയി. 4ൻ്റെ ടേബിളിൽ 4 1s are 4. 4 × 1 എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n - 1 എന്ന് പറയുന്നത് 11 എന്ന് കറക്റ്റ് ഉത്തരം കിട്ടി. അപ്പോൾ n കണ്ടുപിടിക്കാമല്ലോ. -1നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? 11 + 1. 11 + 1 എന്താണ്? 12. അപ്പോൾ n കറക്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 ഈസ് ദ 12th ടേം. 3 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 12th ടേമാണ് എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 4 ഇതിലെ ഒരു ടേമാണോ എന്ന് നമുക്ക് ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള സീക്വൻസ് എന്താണ്? 1/4, 1/2, 3/4 എന്ന് തുടങ്ങുന്ന സീക്വൻസിൽ ഏതൊരു ടേമാണോ നമുക്ക് ചെക്ക് ചെയ്യണം? 4 ഒരു ടേമാണോ എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ലെറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? x1 എന്ന് പറയുന്നത് എന്താണ്? 1/4. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/2 മൈനസ് 1/4. അപ്പോൾ 1/2 മൈനസ് 1/4 എങ്ങനെ ചെയ്യുക? എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്? 1 × 4 1 × 2. അപ്പോൾ എന്ത് വരും? 1 × 4 മൈനസ് 1 × 2 ബൈ 2 × 4. അപ്പോൾ 1 × 4 4 മൈനസ് 2/8. 4 മൈനസ് 2 2 ആണ്. 2/8. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. 4 മൈനസ് 1 ആദ്യം ചെയ്യരുത്. 1 × 4 എന്താണ്? 4. 1 × 2 എന്താണ്? 2. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2ഉം 4ഉം 8ഉം ഏതിൻ്റെ ടേബിളിൽ പോവും? 2ൻ്റെ ടേബിളിൽ പോവില്ലേ? 2 1s are 2, 2 4s are 8. അപ്പോൾ എന്ത് കിട്ടി? 1/4. ഡിഫറൻസ് 1/4. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? എക്സ് എൻ ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? 4. x1 എന്ന് പറയുന്നത് 1/4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 1/4. ഇനി എന്താ ചെയ്യുക? ഈ 1/4നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? 4 മൈനസ് 1/4. 4 മൈനസ് 1/4 എന്ന് പറയുന്നത് n മൈനസ് 1 ഇൻറ്റു 1/4. ഈ 1/4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 4 മൈനസ് 1/4. എങ്ങനെ 4 മൈനസ് 1/4? 4 എന്ന് പറഞ്ഞാൽ 4/1 ആണെന്ന് എടുക്കാം. ഇനി നിങ്ങളിങ്ങനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 4 × 4 മൈനസ് 1 × 1/1 × 4. അപ്പോൾ 4 × 4 എന്താണ്? 16 മൈനസ് 1/4. 16 മൈനസ് 1 എന്താണ്? 15/4. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ്? 15/4. 15/4 എന്ന് പറയുന്നത് n മൈനസ് 1 ഇൻറ്റു 1/4 ആണ്. ഇനി 1/4നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇനി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 15/4നെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? n മൈനസ് 1 വരും. അപ്പോൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? 15/4 ഇൻറ്റു 4/1 തിരിച്ചിട്ട് ഗുണിക്കുക അല്ലേ? നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലേ? ഒരു ഫ്രാക്ഷനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ രണ്ടാമത്തെ ഫ്രാക്ഷനെ തല തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദ സെക്കൻഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ 4ഉം 4ഉം മോളിൽ ഇത് രണ്ട് ഫ്രാക്ഷനിലുള്ള നമ്പേഴ്സ് ആണെങ്കിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ വന്നാൽ നമുക്കത് വെട്ടിക്കളയാം. 4 മുകളിലും 4 അടിയിലുമാണ്. അപ്പോൾ ഇൻറ്റു ആണ് ഇടയിലുള്ള സൈനെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 15 എന്ന് കിട്ടി. 15 എന്ന് പറയുന്നത് n മൈനസ് 1 ആണ്. അല്ലെങ്കിൽ n മൈനസ് 1 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 15 പ്ലസ് 1 ആണ്. 15 പ്ലസ് 1 16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 ഈസ് ദ 16th ടേം. എത്രാമത്തെ ടേം ആയിരിക്കും? 4 ഈസ് ദ 16th ടേം. 16ാമത്തെ ടേം ആയിരിക്കും എന്ത്? 4. അപ്പോൾ ഈ സീക്വൻസിലെ ഒരു ടേമാണ് 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. 3/4 1 1/2 2 1/4 എന്ന് തുടങ്ങുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ? 1 1/2 മിക്സ്ഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ 2 × 1 എങ്ങനെ അത് ചെയ്യാൻ? 2 × 1 പ്ലസ് 1/2. 2 × 1 എന്താണ്? 2 പ്ലസ് 1/2. 2 പ്ലസ് 1 എന്താണ്? 3/2. അപ്പോൾ നമുക്ക് അതേപോലെ 2 1/4നെ അങ്ങനെ മാറ്റുക. എന്താ ചെയ്യുക? 2 × 4 പ്ലസ് 1/4. അപ്പോൾ എന്ത് വരും? 8 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9/4. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എഴുതാം.
തന്ന സീക്വൻസ് എന്താണ്? 3/4, 3/2, പിന്നെന്താണ് 9/4 എന്ന് തുടങ്ങുന്ന സീക്വൻസിൽ ഒരു ടേം ആണോ 3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 3. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്? 3/4. ഡിഫറൻസ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? 3/2 മൈനസ് 3/4. ഇപ്പം നിങ്ങൾ ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ LCM സെയിം ആക്കിയിട്ടും ഇത് ചെയ്യാം. രണ്ട് വിധത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 3 × 4 മൈനസ് 3 × 2 ബൈ 2 × 4. അപ്പോൾ 3 × 4 എന്താണ്? 12. 12 മൈനസ് 6/8. 12 മൈനസ് 6 എന്താണ്? 6/8. 6ഉം 8ഉം ഏതിൻ്റെ ടേബിളിൽ പോവും? 2ൻ്റെ ടേബിളിൽ പോവും അല്ലേ? 2 × 3, 2 × 4. അപ്പോൾ 3/2ന്ന് 3/4 കുറച്ചാൽ നമുക്ക് വീണ്ടും എന്താണ് കിട്ടുന്നത്? 3/4 ആണ് ഉത്തരം കിട്ടുന്നത്. ഇനി ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. xn എന്ന് പറയുന്നത് എന്താണ് ഫോർമുല? x1 പ്ലസ് n മൈനസ് 1 × d ആണ്. അപ്പോൾ അതിലെന്താണ്? xn എന്ന് പറയുന്നത് 3. 3 ഈസ് ഈക്വൽ ടു 3/4 പ്ലസ് n മൈനസ് 1 × 3/4. ഇനി ആദ്യം 3/4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. മൈനസ് 3/4 ഈസ് ഈക്വൽ ടു n മൈനസ് 1 × 3/4. അപ്പോൾ 3 മൈനസ് 3/4 എങ്ങനെ ചെയ്യുക? 3 മൈനസ് 3/4, 3 മൈനസ് 3/4 3 മൈനസ് 3/4 എങ്ങനെ? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 3/1. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 4. ഇതൊക്കെ മനസ്സിൽ ചെയ്യാം. 3 × 4 12. 12 മൈനസ് 3, 1 × 4 4. അപ്പോൾ 12 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 മൈനസ് 3 9/4. 9/4 ഏതിനെങ്കിലും ടേബിളിൽ വെട്ടി പോവോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 9/4. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9/4 ഈസ് ഈക്വൽ ടു n മൈനസ് 1 × 3/4. ഇനി 3/4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? 9/4നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻറ്റു n നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ ഡിവിഷനായി. അതെന്ന് പറയുന്നത് n മൈനസ് 1ന് തുല്യമാണ്. ഇനി രണ്ട് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഗുണിക്കുക? ആദ്യത്തെ ഫ്രാക്ഷനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 4 എന്ത് ചെയ്യാം? 4 വെട്ടിപ്പോവും. 4 1s are 4. 9ഉം 3യും കൂടി വെട്ടാലോ? 3 3s are 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n മൈനസ് 1 എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. n എന്ന് പറയുന്നത് എന്താണ്? 3 പ്ലസ് 1 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? ഇതിലെ ഒരു ടേം ആണ് അല്ലേ? ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 ഈസ് yes, 3 ഈസ് ദ ഫോർത്ത് ടേം. 3 ഈസ് ദ ഫോർത്ത് ടേം. നാലാമത്തെ ടേം ആണ് എന്ന് നമുക്ക് കിട്ടും. ഇനി ചോദിച്ചിരിക്കുന്നത് 4 ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 3/4, 1.5. പിന്നെ അടുത്ത ടേം എന്താണ്? 2 1/4, 2 1/4 എന്ന് തുടങ്ങുന്ന സീക്വൻസിൽ എന്തൊരു ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 4 അതിലൊരു ടേം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെറ്റ് xn ഈസ് ഈക്വൽ ടു 4. അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മാറ്റി എഴുതണം അല്ലേ? 3/4 കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2. പിന്നെ എന്ത് കിട്ടി? 9/4 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യുക? x1 അറിയാം എന്താണ്? 3/4. ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? 3/2 മൈനസ് 3/4 ചെയ്തു. 3 4s are 12. 12 മൈനസ് 6/8. 6/8
നമ്മൾ എന്തുകൊണ്ട് വെട്ടി 2 കൊണ്ട് വെട്ടി. അപ്പോൾ എന്ത് വന്നു, വീണ്ടും നമുക്ക് 3/4. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്താൽ അത് തന്നെ കാരണം ഞാൻ കാണിക്കുന്നില്ല. ഡിഫറൻസ് എന്ത് വരും, 3/4 എന്ന് വന്നു. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 എന്ന് പറയുന്നത് 3/4 പ്ലസ് n-1 ഇൻറ്റു 3/4. ഇനി 3/4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 4 മൈനസ് 3/4 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 3/4 ആണ്. ഇനി 4 മൈനസ് 3/4 എങ്ങനെ ചെയ്യുക? 4 മൈനസ് 3/4, 4 എന്ന് പറഞ്ഞാൽ 4/1. അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യുക. 4 ഇൻറ്റു 4 16, 3 ഇൻറ്റു 1 3, 1 ഇൻറ്റു 4 4, 16 മൈനസ് 3 13/4. ഇത് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇവിടെ അല്ല, ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ എഴുതുക അവിടെ? 13/4 എന്ന് പറയുന്നത് n-1 ഇൻറ്റു 3/4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3/4നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായി മാറും? ഡിവിഷൻ ഡിവൈഡഡ് ബൈ 3/4 എന്ന് പറയുന്നത് എന്താണ്? n-1. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ, ഓപ്പോസിറ്റ്. അല്ല, തല തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 4ഉം 4ഉം വെട്ടിപ്പോയി. എന്താ കിട്ടിയേ? n-1. അപ്പോൾ n-1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? n-1 എന്ന് പറയുന്നത് 13/3 ആണ്. 13/3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എക്സാക്ട്ലി പോവില്ല അല്ലേ? 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കോ. 3 4s are 12. റിമൈൻഡർ വരും അല്ലേ? ശിഷ്ടം എന്ത് വരും? 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. therefore 4 ഈസ് നോട്ട് എ ടേം. നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ. therefore ഏതായാലും ടേം അല്ലാത്ത 4 ഈസ് നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. തന്നിട്ടുള്ള സീക്വൻസിലെ ഒരു ടേം അല്ല എന്ന് നമ്മൾക്ക് കിട്ടി. അപ്പോൾ അതുപോലെ നല്ലപോലെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ബൈ.